വലിയ മനുഷ്യരാണെങ്കിൽ പറയും വായ്ക്ക് രുചിയില്ല എന്നിട്ടാ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന്. അങ്ങനെയല്ല, മക്കൾക്കും ഇഷ്ടമില്ലെന്നേ, അവർക്കും എന്ന് വേറെ വേറെ രീതിയിലുള്ള ഫുഡ് റെഡിയാക്കി കൊടുത്തു നോക്കിയാൽ കഴിക്കാത്ത മക്കളാണേലും കഴിച്ചു പോകും ഉറപ്പ്. അയ്യോ എൻ്റെ മക്കളൊന്നും കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അയ്യം വിളിച്ച് നടക്കുന്ന നേരത്തെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ ഇത് കഴിക്കുന്ന മക്കളാണോ കഴിക്കാത്ത മക്കളാണോ എന്ന്. എന്തായാലും ഞാൻ ഈ ചേർത്തിരിക്കുന്ന അളവ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി, നൈസ് അരിപ്പൊടി എടുക്കുക, പത്തിരിപ്പൊടിയെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും എടുത്ത് ഒരു നുള്ളുപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, അധികം ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരികയില്ല കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് വന്നാൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചെയ്യുന്നുണ്ട്, ചെറിയൊരു മധുരവും വേണം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചതും കൂടിയും ചേർത്ത് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് അരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 1-ാം പാലും 2-ാം പാലും കൂടി ഒഴിച്ച് അത്യാവശ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മാവ് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കട്ടി കുറച്ച് കിട്ടുള്ളൂ. കട്ടി കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ആണെങ്കിലും മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തുള്ളൂ. കാരണം എല്ലാ മക്കളൊന്നും കറിയോട് അത്ര ഇഷ്ടം ഉണ്ടാകുകയില്ല. കറി ഇനി ഇഷ്ടമില്ലെങ്കിലുണ്ടല്ലോ ചൂടോട് കൂടി ഇങ്ങനെ നെയ്യ് തൂവി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വെച്ച് കട്ടി കുറച്ച് പരത്തി റെഡിയാക്കി എടുത്ത്. അതുണ്ടോ ബബിൾസ് വന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല കേട്ടോ, മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ അരച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം, അധികം ഒന്നും വേണ്ട, 2 മിനിറ്റ് നേരം വെച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുന്ദരമായി ഇത് കൂട്ട് അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. മക്കൾ ഏത് കഴിക്കാത്ത മക്കളാണെങ്കിലും കഴിച്ചു പോകുന്നേ. അതിനൊപ്പം വല്ല വെജിറ്റബിൾ കറി ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്തോ. എന്നും ഈ ഇറച്ചി മീനും തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും ഒരു തക്കാളി ചട്നി കേട്ടോ ഞാൻ ഇന്ന് റെഡിയാക്കി എടുത്തത്. നല്ല മല്ലിച്ചപ്പൊക്കെ ഇട്ട് തക്കാളി ചട്നി ആകുമ്പോഴേ നല്ല ടേസ്റ്റ് അല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇച്ചിരി പിശുക്കൊണ്ടോന്നൊരു സംശയമില്ലായില്ല, ലൈക്ക് ഇടുന്ന കാര്യമില്ല, സാരമില്ല പോട്ടെ. ഇനിയിപ്പം നമ്മൾ നിർബന്ധിച്ച് ആരെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. എന്നാൽ പിന്നെ ഇനി നേരം